ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച വിവരവും വിജിലൻസും അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ലാൽ കൃഷ്ണൻ ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. ലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ VSSCയിൽ ആ പരിശോധനയ്ക്കായി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് 2-2.5 മാസം എടുത്തു. അപ്പോൾ ഇനി ബാക്കി പരിശോധന, അത് സാമ്പിൾ എടുത്ത് അങ്ങോട്ടൊക്കെ അയച്ച് അതിന്റെ പരിശോധന പൂർത്തിയാക്കി വരാൻ എത്ര സമയം എടുക്കും എന്നൊരു ടൈം ഫ്രെയിം കോടതിയിൽ SIT പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് VSSC എടുത്ത് പരിശോധന നടത്തിയതിൻ്റെ അകത്തുള്ള കുറച്ച് കൃത്യതയുടെ കുറവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ജംഷഡ്പൂരിലേക്ക് ഈ സാമ്പിളുകൾ അയക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ക്രമങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സാമ്പിളുകളെല്ലാം ശേഖരിച്ചത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിനുശേഷം അതിനകത്ത് അളവ് ഏകദേശം 4 കിലോ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിന്റെ കാലപ്പഴക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നിർണ്ണയിക്കുന്നതിൻ്റെ അകത്തുണ്ടായ പാകപ്പിഴ കൊണ്ടാണ് രണ്ടാമതൊരു ശാസ്ത്രീയ പരിശോധന എന്ന നിഗമനത്തിലേക്ക് കൂടുതലെത്തിയത്. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയെല്ലാം കോടതി അനുകൂലമായ നിലപാട് തന്നെയാണ് SITയോട് പറയുന്നത്. വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നു, പൂർണ്ണ തൃപ്തിയാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കേസ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊരു കാര്യമുണ്ട്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ കേസിനകത്ത് കൃത്യമായ തെളിവുകൾ കണ്ടെത്തുന്നതിൻ്റെ അകത്ത്, ഈ സ്വർണം കൃത്യമായി കണ്ടെത്തുന്നതിൻ്റെ അകത്ത്, മാത്രമല്ല എത്ര അളവ് എന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ അകത്ത് എല്ലാം വലിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. ഇക്കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ കൈകായിൽ വന്നു മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും പുറത്തു വന്നത്. വിജിലൻസിന്റെ പുതിയ ടീമിനെ കുറിച്ചുള്ള വിവരങ്ങളും വിശദമായി തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ സമർപ്പിക്കുമെന്ന കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തരത്തിൽ അന്വേഷണം എവിടെയെല്ലാം എത്തി എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം DGP തന്നെ വ്യക്തമാക്കിയത് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നുണ്ട്, ഉടനടി തന്നെ പൂർണ്ണമായ അന്വേഷണത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും, അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ എന്ന രീതിയിലാണ്. അതായത് ഇനി ശാസ്ത്രീയ ഫലങ്ങൾ കൂടിയാണ് വേണ്ടത് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറ്റപത്രത്തിന് മുമ്പ് സമർപ്പിക്കപ്പെടുന്ന ഇടക്കാല റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി സമർപ്പിക്കുന്നുണ്ടാകും, അതിൽ ആരുടെയെല്ലാം പേരുകളുണ്ടാകും, കൂടുതൽ പേര് അതിൽ നിന്ന് പുറത്തു വരുമോ എന്നീ കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടതുണ്ട് അല്പസമയങ്ങൾക്കുള്ളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.